പ്രധാനപ്പെട്ട ഒരു വിവരം. ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാളെ മുതൽ ഇൻഡിഗോ പ്രത്യേക വിമാന സർവീസ് നടത്തുമെന്നുള്ളതാണ്. മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കാണ് ഈ സർവീസുകൾ. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് ചേരുന്നുണ്ട്. ജലീൽ, നേരത്തെ ജിദ്ദയിൽ കുടുങ്ങിയ ഒരു ഉംറ തീർത്ഥാടകനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് തിരികെ എത്തേണ്ടത്. പക്ഷേ സർവീസ് ഇല്ലാത്തതിനാൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇൻഡിഗോയുടെ ഈ പ്രത്യേക സർവീസ് എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെ വേണ്ടിയാണ്? ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് അതിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ജലീൽ? ഡോക്ടർ ഉന്മേഷ്, നമുക്കറിയാം റമദാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ ഉംറ തീർത്ഥാടകരുടെ ഒഴുക്കാണ് സൗദിയിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ. അങ്ങനെ സൗദിയിലെത്തി ഇവിടെ ജിദ്ദയിലും മക്കയിലും മദീനയിലുമായി നിരവധി തീർത്ഥാടകരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. പല വിമാന സർവീസുകളും റദ്ദാക്കിയതിന്റെ പേരിൽ നിലവിലെ സാഹചര്യത്തിൽ ഇൻഡിഗോ ആണ് ഇപ്പോൾ പ്രത്യേക വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജിദ്ദയിൽ നിന്നാണ് ആ സർവീസുകൾ നാളെ മുതൽ സർവീസ് നടത്തുക. മാർച്ച് 3 മുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. അത് മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ 3 സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് സർവീസുകൾ നടത്തുന്നത്. നിലവിലെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം യാത്ര തടസ്സപ്പെട്ട യാത്രക്കാർക്ക്, അതും നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ സർവീസുകൾ എന്ന് ഇൻഡിഗോ അറിയിക്കുന്നുണ്ട്. ഇക്കാര്യം ഇൻഡിഗോ തന്നെ യാത്രക്കാരെ നേരിട്ട് ബന്ധപ്പെടും, അവരെ അറിയിക്കും. അതുകൊണ്ട് തന്നെ അറിയിപ്പ് ലഭിക്കാത്ത ആരും ഈ വിമാനത്താവളത്തിലേക്ക് പോകരുത് എന്ന് ഇൻഡിഗോ പ്രത്യേകം പറയുന്നുണ്ട്. ഏതായാലും മറ്റുള്ള ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് പോകേണ്ട യാത്രക്കാർക്ക് തീർച്ചയായിട്ടും ഇൻഡിഗോയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇൻഡിഗോ വഴി നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതും ഹൈദരാബാദ്, അഹമ്മദാബാദ്, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഇപ്പോൾ സർവീസ് ഉള്ളൂ. ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് സൗദി എയർലൈൻസിന്റെ സർവീസുകളുണ്ട്. അതിന് തടസ്സങ്ങളൊന്നും ഇല്ല. ഫ്ലൈനാസിന്റെ സർവീസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനൊക്കെ ഇപ്പോൾ ബുക്കിംഗ് കിട്ടാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. കാരണം മറ്റുള്ള വിമാന സർവീസുകൾ ഒക്കെ പലതും റദ്ദാക്കിയത് കാരണം സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ സീറ്റ് കിട്ടാൻ ഇപ്പോൾ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഏതായാലും ഉംറ തീർത്ഥാടകർ ഇവിടെ ജിദ്ദയിലും മക്കയിലും ഒക്കെ കുറെ ആളുകൾ ഇപ്പോഴും നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ നൽകാൻ സൗദി അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉമേഷ്. ശരി ജലീൽ. ജലീൽ കണ്ണമംഗലമാണ് ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇൻഡിഗോയുടെ പ്രത്യേക സർവീസുകൾ അത് നാളെ ഉണ്ടാകും എന്നാണ് ജലീൽ ഇപ്പോൾ അറിയിക്കുന്നത്. പക്ഷെ അത് കേരളത്തിലേക്കുള്ള സർവീസുകളല്ല. മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കായിരിക്കും ഇൻഡിഗോയുടെ പ്രത്യേക വിമാന സർവീസുകൾ ഉണ്ടാവുക. ഇപ്പോൾ ഉംറ തീർത്ഥാടകർ ഒരുപാട് പേർ ജിദ്ദയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലൊക്കെ മടക്കയാത്ര ബുക്ക് ചെയ്തവർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. മസ്കറ്റിൽ നിന്നുള്ള സർവീസുകൾ നാളെ ആരംഭിക്കും കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് എന്ന് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ. പക്ഷേ അതിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എപ്പോഴാണ് ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയുക എന്നതിൽ അവർ കാര്യങ്ങൾ അറിയിക്കുന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ വളരെ വേഗം മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.